ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചയായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ് വന്നത്, കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ എടുത്തത് ഈ ലെങ്ത്തുള്ള വീഡിയോയാണ്. അതും കുറേ കഷ്ടപ്പെട്ടു ഈ തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ അച്ചമ്മയായിരുന്നു കേട്ടോ. അച്ചമ്മയുടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ വീഡിയോ. അപ്പോൾ കിളിമംഗലത്താ വീട്. അപ്പോൾ മനസ്സേട്ടൻ പോയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മുടെ നിമ്മിയമ്മായി വന്നിട്ടുണ്ടായിരുന്നു, അച്ചു. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മേനെയും അച്ഛമ്മ കണ്ടിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അച്ഛനും ചേട്ടനൊക്കെ കൂടി വീട് കാണിക്കുകയായിരുന്നു കേട്ടോ. അവരോട് പറയായിരുന്നു ഞാൻ വീടൊന്നും കണ്ടില്ല, നടക്കാൻ വയ്യാത്തതുകൊണ്ടേ. അപ്പോൾ അതൊക്കെ അവർ കാണിച്ചു കൊടുത്തു. പിന്നെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നീതു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മോക്കി കൊണ്ടുവന്ന ഗിഫ്റ്റും ചേച്ചിമാര് കൊണ്ടുവന്നതൊക്കെ സ്മോക്കി തന്നെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ആ വെള്ള ജഗ് ജിഷ്ണു കൊണ്ടെന്നാ കേട്ടോ. ഞാനത് ഡൈനിങ് ടേബിളും വെക്കി ഇപ്പോഴേ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചോദ്യമ്മ ഇതാണ് ദുർഗ കേട്ടോ, അമ്മയുടെ മോളാണ്. ഇവളാനെ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഒരു പരിപാടിക്ക് വരുന്ന പ്രതീക്ഷിച്ച് ഞങ്ങളിരുന്നു, വന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, ഓ നീ ഇതിനും വരില്ല എന്ന് ഞാൻ വിചാരിച്ചു, വന്നല്ലോ ഭാഗ്യം. അപ്പോൾ അവളും പറയുന്നു ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല വന്നതെന്ന് കേട്ടോ. പിന്നെ എൻ്റെ മേമ, രാജിയമ്മായി, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അവനോട് ഇങ്ങനെ ഞാൻ പൊക്കി പറയുന്നു, നല്ല ഭംഗിയൊക്കെ വെച്ച് അടിപൊളിയാണ് നീന്നൊക്കെ കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ അവിടെ വണ്ടി ഓടിച്ച് കളിക്കുക, എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഞാൻ റൂമിലേക്കൊക്കെ വന്നു. ഇങ്ങനെ ഓടി നടക്കുന്നതായിരുന്നു കേട്ടോ. അവരോട് എല്ലാവരോടും വർത്താനം പറയണ്ടേ കിട്ടിയ ചാൻസിൽ. അപ്പോൾ എല്ലായിടത്തേക്കും ഓടി നടക്കുന്നതായിരുന്നു. പാച്ചൊക്കെ വണ്ടി ഓടിക്കുക. പിന്നെ അമ്മായി, നിമ്മിയമ്മായി ഒരു 2 മണിക്ക് കഴിഞ്ഞപ്പോൾ അമ്മായി പോയിട്ടോ, 2:30 ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കവേ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറുക, പുറത്തേക്ക് ഇറങ്ങുക, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം എനിക്കിഷ്ടമുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച എല്ലാവരും ഒരുവിധം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. നേരം വൈകി വന്ന ഗസ്റ്റുകൾക്ക് ഇവർക്ക് ഇന്ന് ബിരിയാണി ഇല്ല, ചോറില്ല, ഒന്നുമില്ല, വെള്ളം കുടിച്ചിട്ട് വിടും. നമ്മുടെ പിള്ളേര് ചേച്ചിമാരുടെ പിള്ളേരാണ് കേട്ടോ. അവര് ടെറേറിയം കാണാൻ വന്നതാട്ടോ. അപ്പോൾ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ചെറിയ പിള്ളേര് എല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ പതിവാ. ഇതിൻ്റെ മെയിൻ ആള് സ്മോക്കി തന്നെയാണ് കേട്ടോ. സ്മോക്കിയാണ് എല്ലാവരും പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കാറ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി കേട്ടോ. കാറ് ഇവിടുന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ കയറ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹോം ടൂറിൽ വീടൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്ര വലിയ കാറൊക്കെ അങ്ങോട്ട് കയറ്റി തിരിച്ച് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ ഇടക്കത്തിലൊരു വീട്ടിലാണ് കേട്ടോ സ്മോക്കി കാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ കാറും എല്ലാവരും ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പന്തലും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് സൗകര്യം, നടക്കാനൊക്കെ സൗകര്യത്തിനും കാറ് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാറുകൾ. അങ്ങനെയൊക്കെയെന്ന് പറയാണ്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്ക് 4 മണിക്ക് ആയപ്പോൾ എൻ്റെ അച്ഛന് പോവാൻ ധൃതി തോന്നാൻ തുടങ്ങി. അച്ഛൻ പോവാന്ന് പറയാൻ തുടങ്ങി. മണിച്ചാരനാണെങ്കിൽ അച്ഛമ്മനെ തിരിച്ചു കൊണ്ടാക്കാൻ പോയിക്കുക അമ്മായിനിക്ക്. അപ്പോൾ അവർ പോവാന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോവുന്നല്ല, രാത്രി അച്ഛനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാട്ടോ. അച്ഛൻ ഇന്ന് പരിപാടിക്ക് രാവിലെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തല്ലൂടി വിളിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അച്ഛൻ രാത്രി തലേ ദിവസം വന്നത് കേട്ടോ. രാത്രിയല്ല, ഒരു 5 മണി 6 മണി ആ സമയത്ത്. അങ്ങനത്തെ അച്ഛനും കഷ്ടപ്പെട്ട് പോവാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് എത്ര നേരം ഇവിടെ ഇരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് നല്ല വിഷമമായി. കാരണം കുറച്ച് നേരം കിട്ടിയുള്ളൂ. ആ സമയത്താണെങ്കിൽ എല്ലാവരോടും ഓടി നടന്ന് വർത്താനം പറഞ്ഞിട്ട് ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ
പിന്നെ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സനേഷ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് പള്ളത്തുനിന്ന് MC ബോയ്സ് തന്നതാണ്. ആദ്യം തന്നെ ഇതാണ് കേട്ടോ പൊട്ടിച്ചത്. എനിക്ക് നല്ല സന്തോഷമായി. ഇപ്പം അടുത്താണ് മിനി ആൻറ്റിയോട് ഒക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ ഇതെന്ത് അടിപൊളി സാധനമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ അതാദ്യം പൊട്ടിച്ചു. പിന്നെ ഇത് നമ്മുടെ വാണിക്കുട്ടി, വാണി സരസ്വതി നീരവൻ്റെ ഫ്രണ്ട് വാണി, ഞാൻ വീഡിയോയിൽ കാണിച്ചു തോന്നുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരിനെയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ ഗിഫ്റ്റ് പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ്. ഫ്രൈ പാനൊക്കെ 2-3 ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്സുകൾ, ചില്ല് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാസറോള് അത് നമ്മുടെ തൊട്ടയൽവക്കത്തെ ഒരു തന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞ് നല്ല ക്യൂട്ട് കാസറോള് കേട്ടോ. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം എൻ്റെ ഒരുവിധം പാത്രങ്ങളൊക്കെ കേടായിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണല്ലോ. പിന്നെ അത് നമ്മുടെ സുരമാമൻ, ചില ഓർമ്മയുള്ള പേരുകളൊക്കെ ആട്ടോ ഞാൻ അതായത് ഇപ്പം ഞാൻ ഇതിൽ കാണിക്കണ്ടല്ലോ പേര്. അപ്പം ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് പറയണത്. ഇത് സുരമാമൻ തന്നത് കേട്ടോ. സംഗീചാന് സന്തോഷാന വന്നിട്ടുണ്ടായിരുന്നത്. മാമൻ്റെ 2 മക്കളാണ്. അവർ രണ്ടാളും പോലീസാണ് കേട്ടോ. അപ്പോൾ അവരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നതാണ്. പിന്നെ ഇതാരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഇതിൽ പേര് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു. ചില പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ, ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ പേര് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, അത് നോക്കി വായിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് ഷെറീനത്താത്ത തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് ജഗ്ഗും ഗ്ലാസ്സൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, ഡൈനിങ് ടേബിളിലേക്ക് വിൽക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ വിൽക്കുന്നതായിരിക്കും. പിന്നെ അടുത്തത് നീതു തന്നതാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ കടായായിരുന്നേ. ഇത് ഞാൻ കുറേ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നീതു എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തു, നീതു യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നതല്ലേ, അതും അടുക്കളയിലത്തെയാണല്ലോ കൂടുതൽ ഇടുന്നത്. അപ്പോൾ നീതുവിന് ഉപയോഗപ്പെട്ടേന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഗം ഉപയോഗിക്കുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും, അതാണ് പേടി. ഈ സൈഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് രാജേഷ് ഏട്ടൻ തന്നതാട്ടെ. ഈ ക്ലോക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ബ്രൗൺ ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ചിഞ്ചു തന്നതാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കണ്ണൻ. ഇത് ഞാൻ എവിടെയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാട്ടോ. പക്ഷേ എനിക്കിത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര എന്താ പറയുക, ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷം. പിന്നെ ഇത് ഡിന്നർ സെറ്റ്, അത് ശ്രുതി ചേച്ചി തന്നതാണോ എന്നൊരു സംശയം, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇത് കെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജ്യമ്മായി തന്നതാട്ടോ. എന്നെ രാജ്യമ്മായി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീതു നിനക്ക് ഡിന്നർ സെറ്റ് വേണോ കുക്കർ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുക്കർ കേടായിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കുക്കർ തന്നെ മതി അമ്മായിന്ന്. അപ്പോൾ അമ്മായി കൊണ്ടുവന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനത്തെ കുക്കർ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ മോഡലാണെന്ന് തോന്നുന്നു. അമ്മായി പ്രത്യേകം പറഞ്ഞു തരുമൊക്കെ ചെയ്തുട്ടോ ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. ഇതിന് 3 ലിഡ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റെയിൻ ചെയ്യാനുള്ളത്, പിന്നെ ഇങ്ങനെ ഒന്ന് വിസിലടിക്കാൻ ഉള്ള സംഭവമായിട്ട്, ഒന്ന് ഇത് വെറുതെ ഗ്ലാസിൻ്റെ, അങ്ങനെ 3 സംഭവങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിച്ച് നോക്കണം. എനിക്കിത് എന്താ പറയുക, പുതിയ പാത്രങ്ങൾ എടുക്കാനൊരു പടി, കേടായി പോകുന്നൊരു പേടി, എന്നാലും ഉപയോഗിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കഥകളി, അതെൻ്റെ മേമ തന്നതാണ്. പിന്നെ ഒരു ഗ്ലാസ്സും തന്നിട്ടുണ്ടായിരുന്നു. ഇതന്നെയായിരുന്നു തോന്നണം കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോയി. ഇനി പേരുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ചില പേരുകൾ കറക്റ്റ് ഓർമ്മയുണ്ട്, അതാണ് ഞാനിങ്ങനെ പറയണത്. ചിലത് തെറ്റിപ്പോകുന്നുണ്ട്, കാരണം ഗ്ലാസ്സുകളൊക്കെ 2-3 കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടേ. പിന്നെ കൃഷ്ണന് രാധാന്യം തന്നു. പിന്നെ സരസ്വതി ദിൽജിത്തൊക്കെ ആയിട്ട് ഫോട്ടോ ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് പ്ലേറ്റുകളാണ് കേട്ടോ. ചിലയിൽ പേരുകൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. പേരുകളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കർ എനിക്ക് സുരേഖാൻ്റെ തന്നാച്ചൻ്റെ പെങ്ങൾ കേട്ടോ. ഇൻഡക്ഷൻ സ്റ്റൗവാണ് കേട്ടോ. അതിൽ എല്ലാ ടൈപ്പ് പാത്രങ്ങളും വെക്കാൻ പറ്റും കേട്ടോ. ഈ സമയത്താണ് ഞങ്ങൾക്കത് ഉപകാരം, കാരണം ഗ്യാസ് കണക്ഷനൊന്നും കിട്ടിയിട്ടില്ല. നല്ല പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. യുദ്ധം തീർന്നാലേ ഇനി കണക്ഷൻ പുതിയത് കൊടുക്കുള്ളൂ അത്ര. അപ്പം ഞാൻ അത് ഉണ്ടെങ്കിൽ നല്ലതാണ്.
പിന്നെ ഇത് ബൗളാണ് കേട്ടോ. ഇതൊക്കെ ആരാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം നല്ല എന്താ പറയുക, നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളെ കാണാൻ ഭംഗിയുള്ള പൊട്ടണ ടൈപ്പ് പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഗണപതിനെയും വിളക്കും അങ്ങനെ കുറച്ച് കാണാൻ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പേര് എഴുതിയിട്ടില്ല കേട്ടോ, പക്ഷെ എന്നെ ആരും കണ്ടറിഞ്ഞ് തന്ന പോലെ കുറച്ച് ഗിഫ്റ്റുകൾ ഞാൻ കാണിച്ചിട്ടില്ല, മുന്നേ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ആർക്കൊന്നും തോന്നണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.